ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമുക്ക് എൻ്റെ കുറച്ച് സ്കിൻ കെയർ കളക്ഷൻസ്, ഹെയർ കെയർ, ബോഡി കെയർ കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടാലോ. ഇത് സ്കിൻ കെയർ മാത്രമല്ല കേട്ടോ, ഇതെല്ലാം മിക്സാണ്. ഇതിൽ ഹെയർ കെയർ ഉണ്ട്, പിന്നെ മേക്കപ്പ് ഐറ്റംസ് ഉണ്ട്. സോ നമുക്കെല്ലാം ഒന്ന് കണ്ടാലോ. ഫസ്റ്റ് നമുക്ക് ടോണർ എടുക്കാം. ഇത് അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റ് ആയിരിക്കുന്ന ടോണറാണ്. ഞാൻ കുറേ റിവ്യൂവും കാര്യങ്ങളും കണ്ടിട്ട് മേടിച്ചത് കേട്ടോ. വണ്ടറിൻ്റെ ഇതിന് 500 സംതിങ് റേറ്റ് വരുന്നുണ്ട്. കണ്ട അത്യാവശ്യം ഇത്ര ആയി കഴിഞ്ഞ് ഇതൊരു 4-5 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യണു. നെക്സ്റ്റ് നമ്മുടെ മോയ്സ്ചറൈസർ ഗൈസ്, കണ്ടോ, സ്നെയിൽ പെപ്റ്റൈഡ് 96 അഡ്വാൻസ്ഡ്. ഇത് അത്യാവശ്യം നല്ലൊരു മോയ്സ്ചറൈസറാണ്, നല്ല ഹൈഡ്രേറ്റ് ആയിരിക്കും സ്നെയിലിൻ്റെ ആയതുകൊണ്ട്. നെക്സ്റ്റ് പ്ലമ്മിൻ്റെ ഒരു സെറാണ്, നല്ല അടിപൊളി സെറാണ്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള സെറ കേട്ടോ. ഞാൻ വേറെയും കുറേ സെറ യൂസ് ചെയ്തിട്ടുണ്ട് വെച്ചാലും ഈ ഒരു സെറം അടിപൊളിയാണ്. എന്താ പറയുക, നമ്മുടെ സ്കിന്നിന് വേഗം ഒരു ഗ്ലോയിങ് ലുക്ക് തരും. നെക്സ്റ്റ് നമുക്കൊരു ലിപ് ബാം, കണ്ട വിഷ്കെയറിൻ്റെ. ഇത് അത്യാവശ്യം നല്ല ലിപ് ബാമാണ്. ഞാനിപ്പോൾ ഇത് ഓൾമോസ്റ്റ് 6-7 മന്തായി ഉണ്ടാവും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ കുറയ്ക്കുക. അത്യാവശ്യം നല്ലൊരു ലിപ് ബാമാണ്. ആൻഡ് ദിസ് ഈസ് മൈ ഫേവറേറ്റ് ഗൈസ്, വില്ലോയുടെ മിൽക്ക് പൗഡർ ഫേസ് വാഷ്. ഇത് ഞാനും കുറേ ആയിട്ട് വാങ്ങണം വിചാരിച്ച് വാങ്ങിയതാട്ടോ. ഇപ്പോൾ ഞാനൊരു 6-7 മാസമായിട്ടാണ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഈ സ്കിന്ന്, എന്താ പറയുക, കുറച്ച് ഡ്രൈ ആയിട്ടുള്ളവർക്ക്, സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കൊക്കെ അത്യാവശ്യം നല്ലൊരു ഫേസ് വാഷാണ് സംഭവം. കണ്ട ഗൈസ്, റോൾ ഓൺ. ഇത് അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഒരു ഐറ്റമാണ്. നമ്മുടെ അണ്ടർ ആംസിലുള്ള ഡാർക്ക്നെസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കും കെമിസ്ട്രിയുടെ. എനിക്ക് അത്യാവശ്യം നന്നായിട്ടാണ് തോന്നിയെടുക്കണേ. ഇതൊരു 6-7 ബോട്ടിൽ തോന്നുന്നുണ്ട് എൻ്റെ. ഇതിപ്പോൾ കഴിയാറായി. നെക്സ്റ്റ് വൺ ഒരു സൺസ്ക്രീനാണ്. ഇത് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം നല്ല റിവ്യൂ കണ്ടുകൊണ്ട് മേടിച്ചതാണ്. മാമാമിയാക്കിൻ്റെ ഒരു സൺസ്ക്രീന്. എനിക്ക് അത്യാവശ്യം നന്നായിട്ടാണ് തോന്നിയെടുക്കണേ. അത്യാവശ്യം നല്ല ഗ്ലോ ആയിട്ട് ഫേസ് വയ്ക്കും. ആൻഡ് നെക്സ്റ്റ് ഗൈസ്, എൻ്റെ ഫേവറേറ്റ് ഈ ലിപ്സ്റ്റിക്ക് ഞാൻ കുറേ റിവ്യൂ നോക്കി മേടിച്ചതാണ് കേട്ടോ. എനിക്കൊരു ന്യൂഡ് ഷെയ്ഡ് വേണമെന്നുള്ളതുകൊണ്ട്, എന്താ പറയുക, എൻ്റെ കയ്യിൽ മൊത്തം റെഡും ബ്രൗണൊക്കെ ഉണ്ട്. എനിക്ക് ബ്രൗണും അത്യാവശ്യം നല്ല ഇഷ്ടമാണ്. സോ എനിക്കൊരു ന്യൂഡ് ഷെയ്ഡ് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ കുറേ റിവ്യൂ നോക്കി മേടിച്ചാണ് ഈ ഒരു ഐറ്റം. കണ്ടോ, അത്യാവശ്യം നല്ലൊരു കളറാണ് കേട്ടോ ഇത്. ഇതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ഗൈസ്, എൻ്റെ ഫേവറേറ്റ് ബോഡി ലോഷൻ കെമിസ്റ്റ് പ്ലേയുടെ തന്നെയാണ്. എനിക്ക് തോന്നി കെമിസ്റ്റ് പ്ലേയുടെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും അത്യാവശ്യം നല്ല പ്രൊഡക്ട്സാണ്. ഈ ബോഡി ലോഷൻ അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റ് ആയിരിക്കും. നമ്മുടെ സ്കിന്നൊന്നും അങ്ങനെ ഡ്രൈയും കാര്യങ്ങളൊന്നും ആവില്ല. ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ. ഇത് ഞാൻ അങ്ങനെ ഓവറായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ സെക്കൻഡ് ബോട്ടിലാണ് എൻ്റെ. ചെറുതായിട്ടൊരു എന്താ പറയുക, ഇങ്ങനെ ഹെയറൊക്കെ ഉണ്ടാവുന്ന പോലെ ഉണ്ട്. ബട്ട് ഓവറായിട്ടൊന്നും വലിയ ഇതില്ല. ബട്ട് കുറേ ഇത് 1-2 ബോട്ടിലൊന്നും യൂസ് ചെയ്തിട്ട് കാര്യമില്ല തോന്നുന്നുണ്ട്. ഒരു 4-5 ബോട്ടിലൊക്കെ കംപ്ലീറ്റ് ആക്കിയാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഇതിലെനിക്ക് തോന്നുന്നത്. സോ നെക്സ്റ്റ് നൈബയുടെ ഒരു സ്റ്റോപ്പ് ക്രീം. നമ്മുടെ ഫേസ് സ്കാനിൻ്റെ ഇപ്പം ന്യൂലി ലോഞ്ച് ചെയ്ത കുറച്ച് പെർഫ്യൂംസ് ആണ്. കണ്ടോ ഇത്. ബട്ട് എനിക്ക് ഈ സാധനത്തിൻ്റെ സ്മെല്ല് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. ഈ വാനിലയുടെ അത്യാവശ്യം നല്ലതാണ്, ബട്ട് അത്രയ്ക്ക് ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് നല്ലൊരു പെർഫെക്റ്റ് സ്മെല്ലായിട്ട് രണ്ടും കിട്ടിയില്ല കേട്ടോ ഫേസ് സ്കാനിൻ്റെ. ഗായ്സ്, നെക്സ്റ്റ് സ്ക്രബ് ലെക്സിൻ്റെ. ഇത് ഓൾമോസ്റ്റ് 1.5 ഇയർ ഉണ്ടാവും യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. ഇപ്പോൾ അടുത്തായിട്ട് ഞാൻ അധികം എടുക്കുന്നില്ല. മുന്നേയൊക്കെ ഞാൻ എപ്പോഴും യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. സംഭവം കഴിയാറായി. അത്യാവശ്യം നല്ല കുറേ കാലം നിൽക്കട്ടെ ഈ സംഭവം. നെക്സ്റ്റ് ഒരു ഹെയർ മാസ്കാണ് ഡവിൻ്റെ. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ഹെയർ വയ്ക്കും. എൻ്റെ ഹെയറൊക്കെ അത്യാവശ്യം നല്ല ഡ്രൈയും ഫ്രിസിയൊക്കെ ആയിരുന്നു. ഈ ഒരു ഹെയർ മാസ്ക് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ഹെയർ വയ്ക്കും കേട്ടോ. ആൻഡ് ദിസ് വൺ, ഇത് എൻ്റെ സെക്കൻഡാണ്. എന്താ പറയുക, ഹെയർ ക്രീം. നൈറ്റ് വേണമെങ്കിൽ നൈറ്റ് യൂസ് ചെയ്യാം, അല്ല നമ്മൾ കുളിച്ച് വന്ന വഴിക്കാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ഹെയർ ഒന്ന് മോയ്സ്ചറൈസ് ആയിട്ട് വയ്ക്കും. ഇങ്ങനെ അത്യാവശ്യം ഫ്രിസ്സായിട്ട് കിടക്കണവർക്ക്, അതുപോലെ സ്പ്ലിറ്റ് എൻഡ്സ് ഉള്ളവർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് സെറ്റാവണ ഒരു ക്രീമാണിത്. ഇതിനേക്കാട്ടിലും നല്ലൊരു ക്രീമാണ് സത്യം പറഞ്ഞാൽ ഇത്, ലോറിയലിൻ്റെ ഡ്രീം ലെങ്ത്ത്. ഇത് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് തീരെ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാവാതെ വയ്ക്കും. ബട്ട് ഇപ്പോൾ ഇത് ഒന്നും ആമസോണിലും പർപ്പിളിലൊന്നും അവൈലബിൾ അല്ല തോന്നുന്നു. എൻ്റെ ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയി. ഞാൻ ഒരു 2 ഇയർ മുന്നെയാണ് ഇത് മേടിച്ചത്. എൻ്റെ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. വേറെ പർപ്പിളിലൊന്നും വേറെ പ്രൊഡക്ട്സ് ഇതിൻ്റെ കാണാത്തതുകൊണ്ട്.
നെക്സ്റ്റ് വൺ പ്ലമ്മിൻ്റെ ഒരു ബോഡി സ്പ്രേ ആണ്. അത്യാവശ്യം നല്ല സ്മെല്ലാണ്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും നമ്മുടെ ബോഡിയിൽ. സോ നെക്സ്റ്റ് വൺ കാലി ഗൈസ്, പ്ലമ്മിൻ്റെ ഒരു ബോഡി ഓയിൽ. അത്യാവശ്യം ഈ രണ്ട് സംഭവം കൂടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഓയിൽ വെച്ചിട്ട് ഈ സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്മെല്ലായിട്ട് നമ്മുടെ ബോഡിയിൽ നിൽക്കും. ഉണ്ടോ, ഇത് ഓൾമോസ്റ്റ് കഴിയാറായി. ഇതിപ്പോൾ ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നു, ഓൾമോസ്റ്റ് 1 ഇയർ ആവാറായി ഉണ്ടാവും യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. സോ നെക്സ്റ്റ് വൺ 2 ഐ ക്രീം ഡെർമയുടെ. ഈ സംഭവം കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുമെന്നാണ് തോന്നുന്നത്. ബട്ട് എനിക്ക് വലിയ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ ഓൾമോസ്റ്റ് മൊത്തം ഫോണിലായതുകൊണ്ടും പിന്നെ ഓർക്കക്കുറവുകൊണ്ടും എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിയിട്ടില്ല. സോ ഗൈസ് നെക്സ്റ്റ് വൺ ഒലയുടെ ഒരു ക്രീമാണ് നാച്ചുറൽ ഓറ. ഇത് ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും കെട്ടിയതിൻ്റെ ശേഷം സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. ഇതിന് വൈറ്റ് കാസ്റ്റും അതുപോലെ ഓയിലി ആയിട്ടിരിക്കണതൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ഒന്ന് സെറ്റായിട്ടിരിക്കാൻ പറ്റിയൊരു ഒലയുടെ ക്രീമാണിത്. ഇതിന് എത്ര 90 റുപ്പീസൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വൺ മിനിമലിസ്റ്റിൻ്റെ. ഇത് അത്യാവശ്യം സ്കിന്ന് കുറച്ച് ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ അത്യാവശ്യം നല്ലൊരു സെറാണ്. ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നു, ഇപ്പം ഞാൻ കുറച്ചായിട്ട് പ്ലമ്മിൻ്റെയാണ് യൂസ് ചെയ്യണേ. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞിടക്കണു, എപ്പോഴെങ്കിലും യൂസ് ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ലൊരു സെറാണ്, ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ടുള്ളൊരു സെറാണ്. നെക്സ്റ്റ് വൺ എൻ്റെ ഷാംപൂ ഗൈസ്, ലോറിയലിൻ്റെ ഡ്രീം ലെങ്ത്ത്. ഈ ലോറിയലിൻ്റെ ഈ ഒരു ഡ്രീം ലെങ്ത്തിൻ്റെ ഒരു ഷാമ്പൂവും അതുപോലെ തന്നെ ഇതിൻ്റെ ഷാമ്പൂവാണ് ഞാൻ യൂഷ്വലി യൂസ് ചെയ്തിരുന്നത്. ബട്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി. ഇതിൻ്റെ ഷാമ്പൂ കണ്ടീഷൻ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇതും അത്യാവശ്യം നല്ലതാണ്, ഡ്രീം ലെങ്ത്തിൻ്റെ. ഈ ഒരു കളറാണ് തോന്നുന്നു എനിക്ക് ഒന്നുകൂടി നന്നായിട്ട് തോന്നുന്നത്. ഹൈലറോണ് മോയ്സ്ചറൈസർ കണ്ടോ, ഇത് മൈൻ്റെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്ന ഐറ്റംസാണ്. നെക്സ്റ്റ് വൺ സ്ട്രിക്സിൻ്റെ സെറം. അത്യാവശ്യം നല്ല സ്മെല്ലും സ്മൂത്തായിട്ട് ഹെയർ വയ്ക്കുന്ന ഒരു സംഭവമാണ്. ദിസ് വൺ ഇത് ഇൻസൈറ്റിൻ്റെ ഒരു ഹൈലൈറ്ററാണ്. ഇത് ഞാൻ ഇൻസ്റ്റയിൽ അത്യാവശ്യം നല്ല റിവ്യൂ കണ്ടിട്ട് മേടിച്ച കേട്ടോ ഈ ഐറ്റം. നമ്മുടെ ലാസ്റ്റ് ഈ മേക്കപ്പിൻ്റെ ഐറ്റംസൊന്നും സത്യം പറഞ്ഞാൽ കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല. ഇത് ഓവറായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല, എപ്പോഴെങ്കിലൊക്കെ ജസ്റ്റ് സ്കിന്നൊന്നും പറയുക തിളങ്ങുന്ന പോലെ ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക് ഗൈസ്, ഫേസ് കാൻഡയുടെ കംഫി മാറ്റ് ലിപ്സ്റ്റിക്ക്. പിന്നെ ഇത് സ്റ്റുഡിയോന്ന് മേടിച്ചാണ് കേട്ടോ, ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്ക്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടാറ്, ഈ രണ്ട് സംഭവങ്ങൾ. സോ ഗൈസ് എൻ്റെ സ്കിൻ കെയർ ഹെയർ കെയറും എൻ്റെ ഐറ്റംസൊക്കെ ഇത്രയേ ഉള്ളൂ. അതിൽ ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ, എല്ലാം കൂടി എനിക്ക് ലിങ്ക് ഇടാൻ പറ്റില്ല, ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. സോ ഗൈസ് ബൈ.